ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 1-2 ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് കുക്കർ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ വാഷർ നല്ലപോലെ ലൂസായി കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലൂസായ വാഷർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർ പുറത്തേക്ക് പോകുമ്പം നമുക്കത് വിസിൽ വരാൻ ബുദ്ധിമുട്ടാകും. ചിലപ്പം വെള്ളം പറ്റി നമുക്ക് അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വാഷർ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാഷർ എടുത്തിട്ട് ഫ്രീസറിൽ നമ്മൾ 1 മണിക്കൂർ ഒന്ന് വെക്കുക. നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ചൂടായാലും നമുക്ക് ആ ഒരു ടൈറ്റ് മാറില്ല. അതുപോലെ തന്നെ ഇരുന്നോളും. നമുക്ക് എയറൊന്നും പുറത്തേക്ക് പോകാതെ നമുക്കത് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വിസിലും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിയുമ്പം പുറത്തേക്ക് തിളച്ച് പോകൽ പതിവാണ്. ചിലപ്പോൾ നമ്മൾ കഞ്ഞി അടുപ്പത്തൊക്കെ വയ്ക്കുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്കത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഈ ഒരു വിസിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ 2 ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കുറച്ചൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പം ആ ഒരു വെളിച്ചെണ്ണ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ജസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഒഴുകി വരില്ല. തൂത്ത് കൊടുത്താൽ മതി. ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം തിളച്ച് ചാടി നമുക്ക് ഗ്യാസ് മേട്ടൊന്നും വീഴാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കുക്കറിൽ കഞ്ഞിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ച് കഴിയുമ്പം ഇതുപോലെ തിളച്ച് ചാടിപ്പോകാറുണ്ട്. വെള്ളമൊക്കെ അധികമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വിസിലടിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ പുറത്തേക്ക് ചീറ്റി വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞി തിളയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കയ്യിൽ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ വെള്ളമൊന്നും പുറത്തേക്ക് ചാടിപ്പോരില്ല. നമുക്ക് വിസിൽ വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് കഞ്ഞിയുടെ വെള്ളമൊക്കെ തിളച്ച് പുറത്തേക്ക് ചാടിപ്പോരാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു സ്പൂണ് നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ വെള്ളമൊന്നും പുറത്തേക്ക് തിളച്ച് ചാടി പോരില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.